ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 4 മാത്സ് ആണ് കേട്ടോ. അതിൽ 11th ചാപ്റ്ററായ പിക്ചേഴ്സ് ടെൽ എ ടെയിൽ എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം, പിക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ചിത്രങ്ങൾ അല്ലേ. ടെൽ എന്ന് പറഞ്ഞാൽ പറയുക. ടെയിൽ, TALE, ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? TAIL എന്ന് പറഞ്ഞാൽ എന്താ? വാല്, ടെയിൽ അല്ലേ. ഇത് TALE, ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കഥയാണ് കേട്ടോ. അപ്പൊ ചിത്രങ്ങൾ കഥ പറയുകയാണ് അല്ലേ. നോക്കാം നമുക്ക്. സീ ദ പിക്ചർ ആൻഡ് ഫൈൻഡ് ഔട്ട്. നോക്കൂ, ചിത്രങ്ങൾ താഴെയുള്ളത് നോക്കാനാണ് പറഞ്ഞല്ലേ. ചെല്ലക്കാട് അഗ്രി ഫാം ആണ് കേട്ടോ. നോക്കിയ ചിത്രങ്ങളിൽ എന്തൊക്കെയുണ്ട്? ഗോട്ട് ഉണ്ട്, പിന്നെന്താണ്, ബഫല്ലോ ഉണ്ട്, ഡോഗ് ഉണ്ട്, ഓക്സ് ഉണ്ട്, പിന്നെന്താണ്, കോക്ക് ഉണ്ട്, ഡക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കിയേ, ഇവിടെ എത്ര എഗ്ഗ് ഡക്ക് ഉണ്ട്, അതുപോലെ എത്ര ഓക്സ് ഉണ്ട്, എത്ര ഡോഗ് ഉണ്ട് ഒക്കെ എന്ന് നിങ്ങൾ എണ്ണണം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എവിടെ എണ്ണേണ്ടതില്ല അല്ലേ. ചിൽഡ്രൻ ഫ്രം ചെല്ലക്കാട് ഗവൺമെൻറ് LP സ്കൂൾ ആർ വിസിറ്റിംഗ് ദ അഗ്രി ഫാം. എന്താണ്? ഗവൺമെൻറ് LP സ്കൂൾ ചെല്ലക്കാടുത്തെ കുട്ടികൾ എന്താണ്? ഈ അഗ്രി ഫാം വിസിറ്റ് ചെയ്യാൻ വന്നതാണ് അല്ലേ, അവിടെ സന്ദർശിക്കാൻ വന്നതാണ് അല്ലേ. ഫൈൻഡ് ഔട്ട് മോർ ഫ്രം ദ പിക്ചർ. ഈ ചിത്രത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് വാട്ട് ഓൾ തിങ്സ് യു ഫൗണ്ട് ഔട്ട് ഫ്രം ദ പിക്ചർ ഓഫ് ദ അഗ്രി ഫാം. എന്താണ് നിങ്ങൾ എന്തൊക്കെയാണോ ആ അഗ്രി ഫാമിലുള്ള ചിത്രത്തിൽ കണ്ടത് അതൊക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ഓൾസോ. എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഫ്രണ്ട്സിനോട് നോക്കി ചോദിച്ച് എഴുതുക. വാട്ട് ഓൾ ആനിമൽസ് ആർ ദർ ഇൻ ദ പിക്ചർ. എന്തൊക്കെ ആനിമൽസ് ആണ് ഇവിടെ ഉള്ളത്? ടീച്ചർ പറഞ്ഞില്ലേ എന്തൊക്കെയാ? ഗോട്ട്, GOAT, ഗോട്ട് അല്ലേ. പിന്നെന്താണ്? ബഫല്ലോ, BUFFALO അല്ലേ, ബഫല്ലോ. ദെൻ ഡോഗ്, DOG, ഡോഗ്. പിന്നെ ഓക്സ്, OX, ഓക്സ്. പിന്നെന്താ? കോക്ക്, COCK, കോക്ക് അല്ലേ. പിന്നെ ഡക്ക്, DUCK, ഡക്ക് കേട്ടോ. ഓക്കെ, ഈ ആനിമൽസ് ഒക്കെയാണ് എന്ത് ഇതിൽ ഉള്ളത് അല്ലേ. ദെൻ നോക്കി, ഇനി ഫൈൻഡ് ഇൻ ദ ടേബിൾ. ഇനി ടേബിളിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഡോഗ് എത്ര ഉണ്ട്, ഈ ഓരോ ആനിമൽസും എത്ര ഉണ്ട് എന്നുള്ളത് എണ്ണം ഇവിടെ എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയേ, ആദ്യം ഡോഗിൻ്റെ ഇവിടെ ഉള്ളത് ഒക്കെ എണ്ണം എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് എണ്ണം ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതാം, എണ്ണം നോക്കണമെങ്കിൽ. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് എണ്ണം വെക്ക്. ഇതിലെത്ര ഉണ്ട്? ആദ്യം നമുക്ക് ഗോട്ട് തന്നെ എണ്ണം അല്ലേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22. അപ്പോൾ ഗോട്ടിൻ്റെ നേരെ താഴെ നിങ്ങൾ എന്ത് എഴുതണം? 22 എന്ന് എഴുതണം കേട്ടോ. ഫസ്റ്റ് ഡോഗാണ്, അതായത് നിങ്ങൾ ഗോട്ടിൻ്റെ നേരെ, നമ്മളിപ്പോൾ ഗോട്ടാണ് എണ്ണിയത്, അപ്പോൾ അവിടെ 22 എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡോഗ് എത്രണ്ണാന്ന് നോക്കിയേ? 1 2 3 4 അല്ലേ. ഡോഗ് 4 ആണ് അല്ലേ. അപ്പോൾ ഡോഗിൻ്റെ അവിടെ എന്താക്കുക? 4 എന്ന് എഴുതുക. ദെൻ നോക്കൂ, ഓക്സ്, 1 2 3 4 5 അല്ലേ, അത് 5 എണ്ണം. അപ്പോൾ ഓക്സിൻ്റെ അവിടെ എന്താണ്? നിങ്ങൾ 5 എന്ന് എഴുതുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ഇത് നോക്കൂ, 1 2 3 4 5 6 7, ഇത് 7 എണ്ണമാണ്. ഓക്കെ, ഇത് 7 എണ്ണം. ദെൻ നെക്സ്റ്റ് കോക്ക് എത്ര എണ്ണം ഉള്ളത് നോക്കിയേ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 അല്ലേ. അപ്പോൾ കോക്ക് എത്ര ഉള്ളത്? 30 അല്ലേ. അപ്പോൾ നമുക്ക് 30 എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, 30. ഇനി ഡക്ക് എത്ര ഉള്ളത് നോക്കിയേ? 1 2 3 4. നമുക്ക് ഇങ്ങനെ എണ്ണിയാലോ? ഇങ്ങനെ ചിരിച്ചല്ലേ ഇത് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ 1 2 3 4, പിന്നെ 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 അല്ലേ. അപ്പോൾ ഡക്ക് എത്ര ഉള്ളത്? 20 അല്ലേ. ഓരോന്ന് എത്ര മനസ്സിലായല്ലോ. അപ്പോൾ ഗോട്ട് 22 ആണ്, ഡോഗ് 4 ആണ്, പിന്നെ ബഫലോ 7 ആണ്, ഓക്സ് 5 ആണ്, പിന്നെ കോക്ക് 30, പിന്നെന്താ ഡക്ക് 20 അല്ലേ. അപ്പോൾ ഹെന്നും ഡക്കും കൂടി എത്രയാണ്? 50 അല്ലേ. 30 + 20 50 അല്ലേ. നമുക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എഴുതാം കേട്ടോ. ദെൻ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഈ നമ്പറിൻ്റെ കൂടുതൽ നിങ്ങൾ എഴുതണം അല്ലേ. അപ്പോൾ വിച്ച് ആനിമൽ ഈസ് മോർ ഇൻ ദ അഗ്രി ഫാം. ഇതിൽ കൂടുതൽ ഏത് ആനിമൽസാണ് ഉള്ളത് എണ്ണത്തിൽ? എണ്ണത്തിൽ കോക്കാണ് അല്ലേ കൂടുതൽ. ഇത് 30 അല്ലേ, ഇനി അത് 20 ആണ് അല്ലേ. ബാക്കിയൊക്കെ അതിൽ കുറവാണ് അല്ലേ, 22 ഒക്കെ ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ കോക്കാണ് കൂടുതലുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം ഇവിടെ
കോക്ക് എന്ന് എഴുതുക, COCK കോക്ക്. വിച്ച് ആർ ദ ആനിമൽസ് മോർ ഇൻ നമ്പർ ദാൻ ദ കൗ? ഈ കൗ, ഇത് കൗ അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ കൗവിൻ്റെ ആയിട്ടും കൂടുതൽ ഉള്ള നമ്പർ ഏതാണ്, ഏതൊക്കെ ഉണ്ട് നോക്കിയാൽ 1 2 3 4 5 6 7 ഉള്ളത്. 7ൻ്റെ കൂടുതൽ ഏതൊക്കെയാണ് ഉള്ളത്? ഇവിടെ ഗോട്ട് ഉണ്ട്, കോക്ക് ഉണ്ട്, ഡക്ക് ഉണ്ട് അല്ലേ, അത് എഴുതാം. ദെൻ വിച്ച് ആനിമൽ ഇസ് ദ ലീസ്റ്റ് ഇൻ നമ്പർ? കുറവ് എണ്ണം ഉള്ളത് ഏതാണ്? ഡോഗാണ് അല്ലേ, 4 ഉള്ളൂ. അപ്പോൾ ഡോഗ് എന്ന് എഴുതുക കേട്ടോ. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആനിമൽസ്? ഈ ആനിമൽസിൻ്റെ ടോട്ടൽ നമ്പർ എത്രയാണെന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്ത് എത്രയായത്? 13 ഇത് 20, അപ്പോൾ 50 ആയി അല്ലേ. പിന്നെ ഇത് 22 അല്ലേ, 15 + 22 എത്രയാണ്? 72 അല്ലേ. 72 പിന്നെ 72 73 74 75 76 77 78 79 പിന്നെ 80 81 82 83 84 85 86 87 88 അല്ലേ. ടോട്ടൽ 88 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആനിമൽസ് എത്ര? 88 കേട്ടോ. വിച്ച് ആനിമൽ ഈസ് ലീസ്റ്റ് ഇൻ നമ്പർ? ഡോഗ്, DOG ഡോഗ് കേട്ടോ. ഒക്കെ എഴുതുക. പിന്നെ എന്താണ്? വിച്ച് ആനിമൽ ഈസ് മോർ ഇൻ അഗ്രി ഫോം? അവിടെ എന്താ? കോക്ക്, COCK കേട്ടോ. ഇവിടെ ഇതിൻ്റെ COCK. ഓക്കെ, COCK. പിന്നെ മോർ ഇൻ നമ്പർ ദാൻ കൗവിൻ്റെ ഏറ്റവും കൂടുതലുള്ള ഏതൊക്കെയാണ് പറഞ്ഞില്ലേ? ഏതൊക്കെയാണ്? ഗോട്ട് ഉണ്ട്, എഴുതുക. ഗോട്ട് എഴുതുക, GOAT ഗോട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്? കോക്ക്, COCK കോക്ക്. പിന്നെ കഴിഞ്ഞിട്ട് ഡക്ക്, DUCK കേട്ടോ. എഴുതുക. ദെൻ നെക്സ്റ്റ് എന്താന്ന് നോക്കിയാൽ ചേലക്കാട് ഗവൺമെൻറ് LP സ്കൂളാണ്. സി ദ പിക്ചർ ഓഫ് ചേലക്കാട് സ്കൂൾ. സ്കൂളിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. ദ ടേബിൾ ബിലോ ഷോസ് ഹൗ ദ ചിൽഡ്രൻ കം ടു സ്കൂൾ. ഈ താഴെ തന്നിരിക്കുന്ന ടേബിളിൽ കുട്ടികൾ എങ്ങനെയാണ് സ്കൂൾക്ക് വരുന്നത് എന്നുള്ളത് കാണിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, എങ്ങനെയാണ് സ്കൂൾക്ക് വരുന്നതെന്ന് കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഗേൾസ് വരുന്നത് എന്താണ്? നോക്കാം അല്ലേ. 1 ഹെഡ് ഐക്കൺ ഡിനോട്ട് 5 സ്റ്റുഡൻറ്റ്. അപ്പോൾ 5 സ്റ്റുഡൻറ്റിനെയാണ് ഒരു ഹെഡായിട്ട് കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ മോഡ് ഓഫ് കൺവെൻസ് അവർ വരുന്ന മെത്തേഡ് എങ്ങനെയാണ്? ജീപ്പിൽ എത്ര ആൾ വരുന്നുണ്ട്? ഒരു കുട്ടിക്ക് എന്താണ്? ഗേൾസ് ബോയ്സ് ആണെങ്കിലും ഒരു കുട്ടീനെ 5 ആയിട്ട് നമ്മൾ കണക്കാക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര ഗേൾസ് ഉണ്ട് നോക്കിയാൽ? 1 2 3 4 5 അല്ലേ. ഇവിടെ 5 ഹെഡ് ഉണ്ട് അല്ലേ. അപ്പോൾ ഓരോ ഹെഡും 5 സ്റ്റുഡൻ്റ് ആക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കുക? ഒന്നുകിൽ ഇതിനെ 5 10 15 20 25 എന്നാക്കി എഴുതുക. അല്ലെങ്കിൽ എന്താണ്? 5 × 5 55 അല്ലേ. അങ്ങനെ എണ്ണാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഗേൾസ് എത്രയാണ്? ഇവിടെ ഗേൾസ് 25 ആണ് എന്ത് ജീപ്പിൽ വരുന്നത്. ബോയ്സോ 5 10 15 20 25 30 35 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 25, ഇവിടെ 25. ഓക്കെ, ഇവിടെ 1 2 3 4 5 6 7 35 അല്ലേ. ഇവിടെ 35 ആണ് ബോയ്സ് വരുന്നത് അല്ലേ. നിങ്ങൾ അതിൻ്റെ മേലെ എഴുതരുത്, താഴെയായിട്ട് എഴുതുക. ദെൻ ഇവിടെ ബസ്സിൽ വരുന്നത് നോക്കിയാൽ എത്ര കുട്ടികളാണ്? സ്കൂൾ വാനിൽ വരുന്നത് ഇവിടെ 5 10 15 20 25 30 35 40 45 50 55 60 65 70 75 അല്ലേ. അപ്പോൾ 75. ദെൻ ഇവിടെ 10 ബോയ്സോ ഗേൾസാണ് 75 അല്ലേ. ഇനി ബോയ്സോ 5 10 15 20 25 30 35 40 45 50 55 60 അല്ലേ. 60 ഗേൾസാണ് ബോയ്സാണ് ഇത് വാനിൽ വരുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കൂ, ഓട്ടോറിക്ഷയിൽ വരുന്നത് 5 10 15. ഒരു കുട്ടീനെ എന്താണ് 5 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതോടെ 5 10 എന്ന് പറഞ്ഞാൽ ടീച്ചർ എണ്ണുന്നത് കേട്ടോ. ഇത് 5 10 15 20 25 30 35 40 അല്ലേ. 40 ഗേൾസാണ് ഇത് ഓട്ടോറിക്ഷയിൽ വരുന്നത് അല്ലേ. 40. ഇനി ബോയ്സോ 5 10 15 20 25 30 35 40 45 50 അല്ലേ. അപ്പോൾ ബോയ്സ് ഓട്ടോറിക്ഷയിൽ വരുന്നത് എത്രയാണ്? 50 ആണ് അല്ലേ. 50. നെക്സ്റ്റ് സ്കൂട്ടറിൽ വരുന്ന 5 10 15 20 25 അല്ലേ. 25 ഗേൾസാണ് എന്ത് 2 വീലറിൽ വരുന്നത് അല്ലേ. നെക്സ്റ്റ് ബോയ്സ് വരുന്നത് എത്രയാണ്? 5 10 15 20 25 30 35 ബോയ്സ് ആണ് എന്ത് 2 വീലറിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. സൈക്കിളിൽ വരുന്നതോ? സൈക്കിളിൽ വരുന്നത് 5 10 15 ഗേൾസാണ് ഇത് സൈക്കിളിൽ വരുന്നത് അല്ലേ. നെക്സ്റ്റ് ബോയ്സ് സൈക്കിളിൽ വരുന്ന 5 10 15 20 25 സ്റ്റുഡൻസ് ആണ് എന്ത് സൈക്കിളിൽ വരുന്നത് അല്ലേ.
നെക്സ്റ്റ് നോക്കൂ, നടന്നു വരുന്ന എത്ര ആൾക്കാരുണ്ട്? ഗേൾസ് 5, 10, 15, 20, 25, 30, 35, 40, 45 ആണെന്ത് നടന്നു വരുന്ന കുട്ടികൾ, ഗേൾസ് ഉള്ളത് അല്ലേ. ഇനി ബോയ്സ് എത്ര നടന്നു വരുന്ന കുട്ടികളുണ്ട്? 5, 10, 15, 20 ബോയ്സ് ആണെന്ത് നടന്ന് വരുന്നത് അല്ലേ. 20 ആണ്, 20. ഓക്കെ, വാട്ട് ഓൾ തിങ്സ് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ പിക്ചർ? അപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി? നടന്നു വരുന്നവർ എത്ര ആൾക്കാരുണ്ട്, ബൈസിക്കിളിൽ വരുന്ന എത്ര ആൾക്കാരുണ്ട്, സ്കൂട്ടറിൽ വരുന്ന എത്ര ആൾക്കാരുണ്ട്, ഓട്ടോറിക്ഷയിൽ വരുന്ന എത്ര ആൾക്കാരുണ്ട്, ജീപ്പിൽ, കാർ, വാനിലൊക്കെ എത്ര ഗേൾസും എത്ര ബോയ്സും വരുന്നുണ്ട് നമുക്ക് മനസ്സിലായി അല്ലേ. പിന്നെ അതുപോലെ ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം നമുക്ക് കിട്ടിയില്ലേ. ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ഓൾ തിങ്സ് യു ഡു ഓൾ ദാറ്റ് യു ഹാവ് ഫൗണ്ട് ഔട്ട്. എന്തൊക്കെയാണ് ഇതൊന്നും മനസ്സിലായിരുന്നത്? അപ്പോൾ എന്തൊക്കെ മനസ്സിലായല്ലോ. ഗേൾസ് എത്ര ആൾക്കാർ നടന്നു വരുന്നുണ്ട് നമുക്കറിയാൻ പറ്റും, ബോയ്സ് എത്ര ആൾക്കാർ നടന്നു വരുന്നുണ്ടെന്ന് പറയാം അല്ലേ. അതുപോലെ സൈക്കിളിൻ്റെ സ്കൂട്ടറിൻ്റെ ഓട്ടോറിക്ഷൻ്റെ വാനിൻ്റെ ജീപ്പിലൊക്കെ എത്ര ഗേൾസ് ഉണ്ടെന്ന് എത്ര ബോയ്സ് ഉണ്ടെന്നും നടന്നു വരുന്നതും ഒക്കെ എഴുതാം അല്ലേ. പിന്നെ മൊത്തം സ്കൂളിൽ എത്ര ഗേൾസ് ഉണ്ട് എന്നുള്ളതും എഴുതാം, മൊത്തം എത്ര ബോയ്സ് ഉണ്ടെന്ന് അറിയാം, ടോട്ടൽ സ്റ്റുഡൻസിനും നമുക്ക് അറിയാൻ കഴിഞ്ഞു അല്ലേ ഈ ഒറ്റ ചിത്രത്തിലൂടെ. ഹൗ മെനി ഗേൾസ് കം ടു സ്കൂൾ ഇൻ ഓട്ടോറിക്ഷ? അപ്പോൾ എത്ര കുട്ടികളാണ് ഓട്ടോറിക്ഷയിൽ വരുന്നത്? എത്ര കുട്ടികളാണ് ഓട്ടോറിക്ഷ, എത്ര ഗേൾസ് എന്നല്ല വെച്ചിരിക്കുന്നത്, ഹൗ മെനി ഗേൾസ് അല്ലേ. അപ്പോൾ ഓട്ടോറിക്ഷയിൽ വരുന്ന ഗേൾസിൻ്റെ എണ്ണം എത്ര അതാണ് വെച്ചിരിക്കുന്നത് ഇതല്ലേ ഓട്ടോറിക്ഷ. അപ്പോൾ ഇതല്ലേ ഗേൾസിൻ്റെത് അല്ലേ, ഗേൾസിൻ്റെ അല്ലേ. അപ്പോൾ ഓട്ടോറിക്ഷയിൽ 5, ഒരു കുട്ടീനെ 5 ആയിട്ട് കൺസിഡർ ചെയ്യണ്ടേ. അപ്പോൾ 5, 10, 15, 20, 25, 30, 35, 40 അല്ലേ. 40 സ്റ്റുഡൻസ് ആണെന്ത് ഓട്ടോറിക്ഷയിൽ വരുന്നത് അല്ലേ, ഗേൾസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താക്കാം, ഇവിടെ 40 എന്ന് എഴുതാം കേട്ടോ. 40 എന്ന് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ബോയ്സ് കം ടു സ്കൂൾ ഇൻ ബൈസിക്കിൾ? ബൈസിക്കിളിൽ വരുന്ന എത്ര ബോയ്സ് ഉണ്ട് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എത്ര ബോയ്സ് ആണ് ബൈസിക്കിളിൽ വരുന്നത്? ഇത് അല്ലേ 5, 10, 15, 20, 25 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇവിടെ 25 എഴുതാം. ബൈസിക്കിളിൽ വരുന്നത് 25 അല്ലേ, അപ്പോൾ 25. ഓക്കെ, 25 ആണ്. നെക്സ്റ്റ് എന്താണ്? ഹൗ ഡു മോസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ കം ടു സ്കൂൾ? കൂടുതൽ കുട്ടികൾ വരുന്നത് എങ്ങനെയാണ്? കൂടുതൽ കുട്ടികൾ എങ്ങനെ വരുന്നത് നോക്കിയേ, എങ്ങനെയാണ് കൂടുതൽ വരുന്ന കുട്ടികൾ ഏതാണ്? കൂടുതലുള്ളത് എന്താണ്? വാനിലാണ് അല്ലേ. ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും വാനിലാണ് എന്താക്കുന്നത് കൂടുതലായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ വാൻ ചെയ്താ കേട്ടോ. അപ്പോൾ റൈറ്റ് മോർ ക്വസ്റ്റ്യൻസ് ലൈക്ക് ദീസ് ആൻഡ് ഫൈൻഡ് ദ ആൻസർ. നമുക്ക് എന്താക്കാം, ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് എന്താക്കാം, ഹൗ മെനി ഗേൾസ് കം ടു എന്താണ്, ഹൗ മെനി ഗേൾസ് കം ടു സ്കൂൾ ഇൻ ഓട്ടോറിക്ഷയ്ക്ക് പകരം എന്താക്കുക, വാൻ ആക്കുക. പിന്നെ ഹൗ മെനി ബോയ്സ് കം ഇൻ സ്കൂൾ എന്താണ്, 2 വീലർ എന്ന് പറയാം അല്ലേ, ബൈസിക്കിൾ എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്താക്കുക, ഇവിടെ ഗേൾസും ബോയ്സൊക്കെ മാറ്റി നമുക്ക് എന്ത് കൊടുക്കുക അല്ലേ. അപ്പോൾ ഹൗ മെനി ഗേൾസ് കം ടു സ്കൂൾ ഇൻ ബൈസിക്കിൾ, ഹൗ മെനി ഗേൾസ് കം ടു സ്കൂൾ ഇൻ വാൻ, ഹൗ മെനി ഗേൾസ് കം ടു സ്കൂൾ ഇൻ ജീപ്പ് അല്ലേ. പിന്നെ ഹൗ മെനി ബോയ്സ് കം ടു സ്കൂൾ ഇൻ ഓട്ടോറിക്ഷ, ഹൗ മെനി ബോയ്സ് കം ടു സ്കൂൾ ഇൻ എന്താണ് 2 വീലർ അല്ലേ, ഹൗ മെനി ബോയ്സ് കം ടു സ്കൂൾ ഇൻ പിന്നെന്താണ് ജീപ്പ് അല്ലേ. അവിടെ എന്തൊക്കെ ചിത്രങ്ങളുണ്ട്, ആ ചിത്രങ്ങളൊക്കെ ലാസ്റ്റിലേക്ക് ഞങ്ങൾ കൊടുത്താൽ മതി അല്ലേ. പിന്നെ ഹൗ മെനി സ്റ്റുഡൻസ് ഇൻ ദ സ്കൂൾ അതും കൊടുത്തുകൂടെ, മൊത്തം സ്റ്റുഡൻസ് എത്രയാണെന്ന് കിട്ടുമല്ലോ അല്ലേ, അതും കൊടുക്കുക അല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക കേട്ടോ. അവിടെ ടീച്ചർ പറഞ്ഞു തന്ന മാതിരി നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ഇനി ഫിൽ ഇൻ ദ ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെഹിക്കിളിൽ ജീപ്പിൽ വരുന്നത് എത്രയായിരുന്നേ, 25 അല്ലേ ഇരുന്നോ. അപ്പോൾ ജീപ്പിൽ വന്നത് 25 നോക്കൂ. അപ്പോൾ ജീപ്പിൽ വരുന്ന ഗേൾസിൻ്റെ എണ്ണം എത്ര, 25 അല്ലേ. അപ്പോൾ ബോയ്സിൻ്റെ എണ്ണം എത്രയാണെന്ന് നോക്കിയേ, ബോയ്സിൻ്റെ എണ്ണം എത്രയാണ് ജീപ്പിൽ വരുന്നത് ഇവിടെ അല്ലേ, 5, 10, 15, 20, 25, 30, 35 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇവിടെ 35 എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് 35 എഴുതാം. 35 എഴുതിയില്ലേ. നെക്സ്റ്റ് ഇനി ടോട്ടൽ സ്റ്റുഡൻറ്റ് എത്രയാണ്, ടോട്ടൽ സ്റ്റുഡൻറ്റ് ഈ 25 + 35 എത്രയാണ്, 25 + 35 എത്രയാ, 5, 5, 10, 1 ബാലൻസ് 3 + 2 5, 5 + 2 5 + 1 6 അല്ലേ, 16 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇവിടെ 16 എഴുതാം ടോട്ടൽ അല്ലേ. അപ്പം 25 + 35 എത്രയാണ്, 60 അല്ലേ. ഓക്കെ, നെക്സ്റ്റ് വാനിൽ വരുന്ന കുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് നോക്കിയേ, വാനിൽ വരുന്ന ഗേൾസിൻ്റെ എണ്ണം നോക്കിയേ, 5, 10, 15, 20, 25, 30, 35, 40, 45,
50, 55, 60, 65, 70, 75 അല്ലേ? അപ്പോൾ വാനിൽ വരുന്ന കുട്ടികളുടെ എണ്ണം എത്രയാണ്? 70. ഗേൾസിൻ്റെ എണ്ണം 75 അല്ലേ? അപ്പോൾ 75 ചെയ്യാം കേട്ടോ. 75. ദെൻ നെക്സ്റ്റ് ബോയ്സിൻ്റെ എണ്ണം എത്രയായിരുന്നു? ഇവിടെ 16 തന്നിട്ടുണ്ട് അല്ലേ? 16 അല്ലേ? നോക്കിയേ 16 അല്ലേ? നോക്കിയേ ഇവിടെ നോക്കിയേ 5, 10, 15, 20, 25, 30, 35, 40, 45, 50, 55, 60 അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അത് എഴുതാം അല്ലേ? അപ്പോൾ 16 അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? ഇനി ഇത് രണ്ടും കൂടി കൂട്ടുക. ടോട്ടൽ എത്രയാണെന്നുള്ളത് അല്ലേ? അപ്പോൾ രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണ്? ഇവിടെ എത്രയാണ്? 75 + 16 അല്ലേ? ഇപ്പോൾ 5 ഇവിടെ എഴുതുക. 7 + 6 എത്രയാണ്? 38 അല്ലേ? അപ്പോൾ 135. ടോട്ടൽ 135 ആണ് എന്ത് ബോയ്സും ഗേൾസും കൂടി വാനിൽ വരുന്നത് കേട്ടോ. ഇനി നമ്പർ ഓഫ് ഓട്ടോറിക്ഷയിൽ വരുന്നത് എത്രയാണെന്ന് നോക്കിയേ. ഓട്ടോറിക്ഷയിൽ വരുന്ന ഗേൾസ് ആദ്യം 5, 10, 15, 20, 25, 30, 35, 40 അല്ലേ? അപ്പോൾ 40 ആണ് അല്ലേ? 40 സ്റ്റുഡൻസ് ആണ് എന്ത് ഗേൾസ് ആണ് ഓട്ടോറിക്ഷയിൽ വരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ 40 ചെയ്തു. ഓക്കെ, ഇവിടെ എത്രയാണ്? 14 ചെയ്ത് കേട്ടോ. ഓക്കെ, ഇവിടെ 14 ചെയ്തു. ഇനി ബോയ്സ് എത്രയാണ് ഓട്ടോറിക്ഷയിൽ വരുന്നത് നോക്കിയേ. ബോയ്സ് എത്ര ഓട്ടോറിക്ഷയിൽ വരുന്നുണ്ട്? 5, 10, 15, 20, 25, 30, 35, 40, 45, 50 ആണെന്ത് ഓട്ടോറിക്ഷയിൽ വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ 50 എന്ന് എഴുതുക കേട്ടോ. 50. ഇനി ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്താൽ എത്രയാണ്? 40 + 50 എത്രയാണ്? 90 അല്ലേ? അപ്പോൾ 90 സ്റ്റുഡൻസ് ആണ് എന്ത് ടോട്ടൽ ഓട്ടോറിക്ഷയിൽ വരുന്നത് അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2 വീലറിൽ അല്ലേ? അപ്പോൾ ഗേൾസ് എത്ര വരുന്നത്? 5, 10, 15, 20, 25 ബോയ്സോ 5, 10, 15, 20, 25, 30, 35 അല്ലേ? ഓക്കെ, അപ്പോൾ 25 30 ആണ് കേട്ടോ. ഓക്കെ, നോക്കൂ. അപ്പം 2 വീലറിൽ വരുന്ന എന്താണ്? ഗേൾസ് 25 ബോയ്സ് 35 ആണ് അല്ലേ? അപ്പോൾ ടോട്ടൽ എത്രയാണ്? 25 + 35 60 അല്ലേ? നെക്സ്റ്റ് നോക്കൂ, അടുത്ത സൈക്കിളിൽ വരുന്നവരെണ്ണം ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എത്രയാണ്? ഗേൾസ് 15 ബോയ്സ് 5, 10, 15, 20, 25 ആണ് അല്ലേ? അപ്പോൾ 15 25 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താക്കുക? ഇവിടെ 15, ഇവിടെ ഗേൾസ് 15 ബോയ്സ് എത്രയാണ്? ബോയ്സ് എത്രയാണ് പറഞ്ഞത്? 1, 2, 3, 4, 5 അല്ലേ? 25 അല്ലേ? ഓക്കെ, അപ്പോൾ ബോയ്സ് 25 കൊടുക്കുക അല്ലേ? ഇനി ടോട്ടൽ എത്രയാണ് നമുക്ക് പറയാം? 15 + 25 എത്രയാണ്? 25 30 40 അല്ലേ? 40 സ്റ്റുഡൻസ് ആണ് എന്ത് ബൈസിക്കിളിൽ വരുന്നത് അല്ലേ? ഗേൾസും ബോയ്സും കൂടി. ഇനി നടന്നു വരുന്ന ആൾക്കാർ എത്ര എണ്ണം ഉണ്ട് നോക്കിയാൽ. ഗേൾസ് എത്ര കുട്ടികൾ നടന്നു വരുന്നുണ്ട്? ഗേൾസ് എത്ര ആൾക്കാർ നടന്നു വരുന്നുണ്ട്? ഇതാ 5, 10, 15, 20, 25, 30, 35, 40, 45 അല്ലേ? 45 സ്റ്റുഡൻസ് ആണ് വാക്കിംഗ് അല്ലേ? അപ്പോൾ എന്താണ്? 45 ഗേൾസ് ആണ് എന്ത് നടന്നു വരുന്നവർ അല്ലേ? അവിടെ 45 എന്ന് കൊടുക്കുക. ഇനി ബോയ്സ് എത്ര ആൾക്കാർ നടന്നു വരുന്നുണ്ട്? ബോയ്സ് എത്ര ആൾക്കാരാണ് നടന്നു വരുന്നത്? 5, 10, 15, 20 ആൾക്കാരാണ് എന്ത് നടന്നു വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കാം? ഇവിടെ 20 എന്ന് കൊടുക്കുക കേട്ടോ. ഇവിടെ 20 എന്ന് കൊടുക്കുക. ഇനി ടോട്ടൽ എത്രയാണിത്? ടോട്ടൽ 45 + 20 എത്രയാണ്? 65 അല്ലേ? അപ്പോൾ 65 എന്ന് കൊടുക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? ദെൻ അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ അതിൽ തന്നെ വന്നിട്ടുണ്ട് അല്ലേ? ഇനി എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അതിൽ വന്നത്? ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞത് അല്ലേ? ഇനി യൂസിങ് ദിസ് ടേബിൾ ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ മെനി ഗേൾസ് ആർ സ്റ്റഡിങ് ഇൻ ദ സ്കൂൾ? അങ്ങനെയാണെങ്കിൽ എത്ര ഗേൾസ് ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കണം? ഇവിടെ ഗേൾസിൻ്റെ മൊത്തം കൂട്ടി വെക്കുക. അപ്പോൾ 25 + 75 + 40 + 25 + 15 + 45 ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടുക? അപ്പോൾ ഞാൻ ഇതൊന്ന് ടോട്ടൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഗേൾസിൻ്റെ എണ്ണം മൊത്തം 225 ബോയ്സിൻ്റെ ഇതെല്ലാം കൂടി കൂട്ടി 225 കേട്ടോ. പിന്നെ ഇത് ടോട്ടൽ ചെയ്താൽ 450 ആണ് മൊത്തം സ്കൂളിലത്തെ കുട്ടികൾ അല്ലേ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ ഹൗ മെനി ഗേൾസ് ആർ സ്റ്റഡിങ് ഇൻ ദ സ്കൂൾ? എത്ര ഗേൾസ് ആണ് അവിടെ പഠിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ?
അപ്പോൾ എത്ര ഗേൾസ് ആണ് പഠിക്കുന്നത്? 225. 225 എന്ന് എഴുതാം അവിടെ കേട്ടോ. ഇവിടെ 225. ഹൗ മെനി ബോയ്സ്? ബോയ്സ് എത്രയാണ് ഇവിടെ നോക്കിയേ? 225 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം അവിടെ 225 എന്ന് എഴുതാം. അപ്പോൾ ബോയ്സും ഗേൾസും എത്രയാണ്? 225 ആണ് അല്ലേ. ഓക്കെ ഓക്കെ. ദെൻ ഹൗ മെനി ബോയ്സ് എന്ന് വെച്ചാൽ അതും 225 എന്ന് ഇവിടെ എഴുതുക കേട്ടോ. 225. ഓക്കെ. ദെൻ ഹൗ മെനി ചിൽഡ്രൻസ് വാക്ക് ടു സ്കൂൾ? എത്ര കുട്ടികളാണ് നടന്നു വരുന്നത് സ്കൂൾക്ക്? എത്ര കുട്ടികൾ നടന്നു വരുന്നുണ്ട് നോക്കൂ. എത്ര കുട്ടികൾ നടന്നു വരുന്നത് ഇവിടെ? നടന്നു വരുന്നത് ഗേൾസും ബോയ്സും കൂടി എത്ര? 65 അല്ലേ. അപ്പം നമുക്ക് എന്താക്കാം ഇവിടെ 65 എന്ന് എഴുതുക കേട്ടോ. ഇവിടെ 65 എന്ന് എഴുതുക. ഓക്കെ. ഇനി റൈറ്റ് മോർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഫൈൻഡ് ദെയർ ആൻസർ. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ചിട്ട് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്താ? ഹൗ മെനി ചിൽഡ്രൻസ് ആർ ഓക്കെ. ഹൗ മെനി സ്റ്റുഡൻസ് ആർ സ്റ്റഡിങ് ഇൻ ദ സ്കൂൾ എന്ന് കൊടുക്കുക അല്ലേ. അപ്പോൾ മൊത്തം ടോട്ടൽ കൊടുക്കും അല്ലേ, 450. പിന്നെ ഹൗ മെനി ബോയ്സ് ആർ സ്റ്റഡിങ് ഇൻ ദ സ്കൂൾ എത്രയാണ്? അവിടെ തന്നിട്ടില്ല ക്വസ്റ്റ്യന്. പിന്നെ ഹൗ മെനി ചിൽഡ്രൻ എന്താണ് എങ്ങനെ കൊടുക്കുക? കം ടു എ ഓട്ടോറിക്ഷ അല്ലേ. ഓട്ടോറിക്ഷയിൽ എത്ര കുട്ടികൾ വരുന്നുണ്ട്? അതുപോലെ ഹൗ മെനി സ്റ്റുഡൻസ് ആർ കം ടു ഇൻ എ വാന്, ആ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഹൗ മെനി ഗേൾസ് ആർ കം ടു വാന്, അങ്ങനെ ചോദിക്കുക. ഹൗ മെനി ബോയ്സ് കം ഇൻ എന്താണ് ജീപ്പ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ സ്പെല്ലിംഗ് ഒക്കെ അവിടെ ഉണ്ട് അല്ലേ. ഹൗ മെനി ഗേൾസ് ആർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എഴുതി ഉണ്ടാക്കുക കേട്ടോ. നെക്സ്റ്റ് എന്താണ്? മേക്ക് എ ടേബിൾ. ഇനി ടേബിൾ ഉണ്ടാക്കാനാണ്. ആസ്ക് യുവർ ഫ്രണ്ട്സ് ടു ഫൈൻഡ് ഔട്ട് ഹൗ ദേ കം ടു സ്കൂൾ. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുക അവരെങ്ങനെയാണ് സ്കൂൾക്ക് വരുന്നത് എന്നുള്ളത്. എന്നിട്ട് എന്താണ്? യൂസിങ് ദീസ് ഡീറ്റെയിൽസ് മേക്ക് എ ടേബിൾ ഇൻ യുവർ നോട്ട്ബുക്ക്. ഈ ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾ എന്താക്കുക? നോട്ട്ബുക്കിൽ ഒരു ടേബിൾ വരച്ചിട്ട് എഴുതുക. ഇനി എന്താണ് നോക്കിയേ? ട്രീ എ ട്രീറ്റ്. എന്താ? മരങ്ങൾ. എന്താണ്? മരം ഒരു വരം അല്ലേ. ഇതെന്താ? ചെല്ലക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസാണ്. എ ട്രീ എ ട്രീറ്റ്, മരം ഒരു വരം പ്രോഗ്രാം. എ ട്രീ ഫോർ എവറി ഹോം, ഒരു വീട്ടിലെ ഓരോ മരങ്ങൾ അല്ലേ. എല്ലാ വീട്ടിലും ഓരോ മരം എന്ന് പറഞ്ഞിട്ട് അല്ലേ. സി ദിസ് പിക്ചർ. ഈ ചിത്രം നോക്കിയാൽ റൈറ്റ് ഡൗൺ വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ പിക്ചർ. ഈ പിക്ചറിൽ എന്താ മനസ്സിലാവുന്നത്? അവിടെ ഒരുപാട് സാപ്ലിങ്സ് ഉണ്ട് അല്ലേ, കുറേ തൈകളില്ലേ. ഇതെവിടെയാണ്? ചെല്ലക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസാണ്. അവിടെ ആൾക്കാരുണ്ട്. പിന്നെന്താണ്? അവിടെ കുറേ സാപ്ലിങ്സ് കൊണ്ടുവച്ചിട്ടുണ്ട് അല്ലേ. ഫ്രം വേർ ഡിഡ് സീഡ്ലിംഗ് യൂഷ്വലി ഗെറ്റ്? എവിടെ നിന്നാണ് ഈ സീഡ്ലിങ്സ് നമുക്ക് സാധാരണ കിട്ടൽ? നമുക്ക് ഈ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കിട്ടും അല്ലേ. ഈ കൃഷിഭവൻ എന്നൊക്കെ പറയും. അവിടെ നിന്നാണ് നമുക്ക് സാധാരണയായിട്ട് കിട്ടൽ. റൈറ്റ് ദ നെയിംസ് ഓഫ് ദിസ് റീഡിങ് യു ഹാവ് പ്ലാന്റഡ് ആൻഡ് ഗ്രോൺ. നിങ്ങൾ എഴുതേണ്ട നിങ്ങൾ നട്ടിട്ടുള്ള ഏതെങ്കിലും തൈകളോ വിത്തൊക്കെ നട്ടിട്ടുണ്ടാകുമല്ലോ, അതിൻ്റെയൊക്കെ പേര് എഴുതുക. അപ്പോൾ സാധാരണ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഈ വിത്ത് തൈകളൊക്കെ കിട്ടൽ? കൃഷിഭവനിൽ നിന്ന് കിട്ടും, ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കിട്ടും, വായനശാല അതായത് ഇതിൻ്റെയൊക്കെ ഏരിയയിൽ നിന്ന് കിട്ടും അല്ലേ. പിന്നെ വാങ്ങാൻ കിട്ടും അല്ലേ. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ സീഡ്ലിംഗ് യു ഹാവ് പ്ലാന്റഡ് ആൻഡ് ഗ്രോൺ. നിങ്ങൾ നട്ടു നടത്തിയ ഏതെങ്കിലും ചെടികളോ കണ്ടോ? ആ ചെടികളൊക്കെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. The table shows the seedlings Chellakad Grama Panchayat distributed as the first stage. Draw icons each denoting 10 seedlings. Complete the table. എന്താണ് ടേബിളിൽ? എന്താണ്? സീഡ്ലിംഗ് ഗ്രാമപഞ്ചായത്ത് ചെല്ലക്കാട് ഗ്രാമപഞ്ചായത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത എന്താണ് സീഡ്ലിങ്സ് ആണെന്ത്? ഫസ്റ്റ് സ്റ്റേജിൽ വിതരണം ചെയ്ത സീഡ്ലിങ്സ് ആണ് താഴെ തന്നിരിക്കുന്നത് അല്ലേ. അതിൻ്റെ ഐക്കൺസ് ആണ് വരയ്ക്കേണ്ടത്. ഓരോന്നിനും ഡിനോട്ട് ചെയ്യുന്നത് 10 സീഡ്ലിങ്സ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ഓരോ ബോയിനെയും അല്ലെങ്കിൽ ഗേളിനെയും ഡിനോട്ട് ചെയ്ത് 5 ആൾക്കാരായിട്ടായിരുന്നല്ലോ. ഇവിടെ എന്താണ്? 10 ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 10 ആയിട്ടാകുമ്പോൾ നമ്മൾ 10, 20 അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ മാംഗോ ട്രീ എത്ര ഉണ്ട്? നമ്പറേയും പിക്ചർ നോക്കിയാൽ ഇവിടെ ഒന്നിനെ 10 ആയിട്ടല്ലേ കണക്കാക്കുന്നത്. ചോദ്യത്തിലൂടെ തന്നുണ്ടാവും ഡിനോട്ടിങ് 10 സീഡ്ലിംഗ് അല്ലെങ്കിൽ ഡിനോട്ടിങ് 5 സീഡ്ലിംഗ്. അപ്പോൾ എന്താണ് ഇവിടെ തന്നത്? അതിനെ ഇരട്ടിച്ച് അതിൻ്റെ മൾട്ടിപ്പിളാണ് നമ്മൾ എണ്ണേണ്ടത് കേട്ടോ. ഇവിടെ 10 ആയതുകൊണ്ട് നമ്മൾ എന്താ 10, 20, 30, 10, 20, 30, 40, 50, 60, 70, 80, 90, 100, 110 അല്ലേ. അപ്പോൾ നമ്പർ എത്രയാണ്? 110. നമുക്ക് ഇവിടെ മാംഗോ ട്രീൻ്റെ കൊടുക്കുക അല്ലേ.
ഇനി ജാക്ക് ഫ്രൂട്ട് ട്രീൻ്റെ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? 80 അപ്പോൾ നമുക്ക് എന്താക്കാം, ജാക്ക് ഫ്രൂട്ട് ട്രീ എന്താണ് ഒരു 1നെ 10 ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 8 ആക്കി വരയ്ക്കണം കേട്ടോ. ഇവിടെ 8 ആക്കി വരയ്ക്കുക. 1 2 നിങ്ങൾ ചിത്രം വരയ്ക്കുക കേട്ടോ. 2 3 4 5 6 7 അപ്പോൾ എത്രയായി? 1 2 3 അല്ലേ? 3 4 4 5 6 7 8 ആക്കി വരയ്ക്കുക കേട്ടോ. നിങ്ങൾക്ക് ചട്ടിയൊക്കെ ആയിട്ട് വരയ്ക്കുക കേട്ടോ നിങ്ങൾ. ഓക്കെ, ജാക്ക് ഫ്രൂട്ട് ട്രീൻ്റെ ഞാൻ ചട്ടിയിട്ട് വരയ്ക്കുക. 8 ഇവിടെ വരയ്ക്കണം കേട്ടോ. 8 വരയ്ക്കുന്നത്. അപ്പോൾ 80 ആവുള്ളൂ. 10 20 30 40 50 60 70 80 അല്ലേ? ഇനി നോക്കിയാൽ അടുത്തത് എന്താണ്? അടുത്തത് തേക്കാണ് കേട്ടോ. തേക്കിൻ്റെ 50 ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ തേക്ക് നമ്മൾ എന്താക്കണം? 1ന് 10 ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 5 ചെടിച്ചട്ടിയിൽ വരയ്ക്കണം കേട്ടോ. നിങ്ങൾ എന്താക്കുക? 5 ആയിട്ടുള്ള ചെടിച്ചട്ടി വരയ്ക്കുക. 1 ടീച്ചർ ഇങ്ങനെ വരയ്ക്കുന്നത് കേട്ടോ. നിങ്ങൾ വരച്ചോളൂ കറക്റ്റ് കേട്ടോ. ചെടിച്ചട്ടിയൊക്കെ 2 3 4 5 അല്ലേ? 50 ഉള്ളത്. അപ്പോൾ 1ന് 10 ഡിനോട്ട് ചെയ്യുമ്പോൾ നമുക്ക് 5 ആക്കി ചിത്രം വരയ്ക്കുക കേട്ടോ. ചെടിച്ചട്ടി ഇതേപോലെ ചെടിച്ചട്ടിയൊക്കെ വരയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് ഗോൾഡൻ ഷവർ 60 60 ആകുമ്പോൾ നമുക്ക് എത്ര വരയ്ക്കുക? 6 വരയ്ക്കേണ്ടത് കേട്ടോ. 1നെ 10 ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ 6 ആയിട്ട് വരയ്ക്കുക. അപ്പോൾ 1 2 3 4 5 6. ഓക്കെ, ഈ ടെമ്പറേച്ചർ ട്രീ എത്രയാണ് നോക്കിയേ? 10 20 30 40 50 60 70 80 90 100 110 120 അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കണം? 120 എന്നുള്ള ഇതാണ് ടെമ്പറേച്ചർ ട്രീ കേട്ടോ. 120. ഓക്കെ, 120 കേട്ടോ. ഓരോന്നിനും 10 ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ എണ്ണി കേട്ടോ. 10 20 30 40 50 60 70 80 90 100 110 120 അല്ലേ? ഓക്കെ, അപ്പോൾ 120 എഴുതുക. നെക്സ്റ്റ് നമുക്ക് സപ്പോട്ട 10 ഉള്ളത് അല്ലേ? അപ്പോൾ സപ്പോട്ട 10 ഉള്ളതെങ്കിൽ എന്താണ്? നമ്മൾ ഒറ്റ ചിത്രം വരച്ചാൽ മതി അല്ലേ? ഒറ്റ ചിത്രം വരച്ചാൽ മതി. 1നെയാണ് നമ്മൾ 10 ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 10 1 ഒരു ചെടിച്ചിട്ട് വരച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് യൂസിങ് ദ ടേബിൾ. ആ ടേബിൾ വെച്ച് നമുക്ക് ഇത് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആൻസർ ചെയ്യാൻ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടാക്കാം അല്ലേ? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയൂടെ? നോക്കിയാൽ വിച്ച് സീഡ്ലിംഗ് ഈസ് ദ മോസ്റ്റ് ഇൻ നമ്പർ? ഏത് സീഡ്ലിംഗ് ആണ് കൂടുതലുള്ളത് ചോദിച്ചിരിക്കുന്നത്? ഏത് സീഡ്ലിംഗ് ആണ് കൂടുതലുള്ളത്? ടെമ്പറിൻ്റ് ആണല്ലേ? ബാക്കിയൊക്കെ 100 താഴെയല്ലേ വരുന്നത്? ഇത് എത്ര? 110 അല്ലേ? ഇത് 120 ഉണ്ട് അല്ലേ? അപ്പോൾ ടെമറിൻ ട്രീ ആണ് എന്ത് കൂടുതലുള്ളത് അല്ലേ? അപ്പം ടെമറിൻ ട്രീ എഴുതുക കേട്ടോ. അതാ ടെമറിൻ്റെ സ്പെല്ലിംഗ് ഇതാ ടെമറിൻ കേട്ടോ. ടെമറിൻ ട്രീ എഴുതുക. ദെൻ നെക്സ്റ്റ് നോക്കൂ, ഹൗ മെനി ജാക്ക് ഫ്രൂട്ട് സീഡ്ലിങ്സ് ആർ ദർ? ഹൗ മെനി ജാക്ക് ഫ്രൂട്ട് സീഡ്ലിങ്സ് ആർ ദർ? അതാ 80 അല്ലേ? അപ്പോൾ നമ്മൾക്ക് എന്താക്കുക? അവിടെ 80 എഴുതുക കേട്ടോ. ഇവിടെ 80 എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ഔട്ട് മോർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ റൈറ്റ് ദം ഇൻ യുവർ നോട്ട്ബുക്ക് അല്ലേ? കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമുക്ക് ഉണ്ടാക്കിയൂടെ? എവിടെ നോക്കിയേ? ഇവിടെ ഹൗ മെനി ജാക്ക് ഫ്രൂട്ടിന് പകരം എന്താക്കുക നമ്മൾ? ഹൗ മെനി സപ്പോട്ട സീഡ്ലിങ്സ് ആർ ദർ അല്ലേ? ഒന്നത് കൊടുത്തൂടെ? പിന്നെ എന്താക്കുക? ഗോൾഡൻ ഷവർ ഇല്ലേ? ഇവിടെ കൊടുക്കുക. ഹൗ മെനി ഗോൾഡൻ ഷവർ സീഡ്ലിങ്സ് ആർ ദർ കൊടുത്തൂടെ? എണ്ണം അങ്ങോട്ട് ആൻസർ അതിൻ്റെ നേരെ എഴുതുക അല്ലേ? സപ്പോർട്ട് ആണെങ്കിൽ 10, ഗോൾഡൻ ഷവർ എത്രയാണ് ഉള്ളത്? 60 എന്ന് എഴുതുക അല്ലേ? ഇനി അടുത്ത് ഹൗ മെനി, ഇനി ഇതിലെന്താണ്? തേക്ക് അല്ലേ? തേക്ക് സീഡ്ലിങ്സ് ആർ ദർ. അപ്പോൾ തേക്കിൻ്റെ എണ്ണ എത്രയാണുള്ളത്? തേക്കിൻ്റെ എണ്ണ 50 അല്ലേ? അപ്പോൾ 50 എന്ന് എഴുതുക അല്ലേ? ഇനി നമുക്ക് എന്താക്കുക? ഹൗ മെനി, അപ്പം സപ്പോട്ട, തമറിൻ്റെ, ഗോൾഡൻ, തേക്ക് കഴിഞ്ഞ് ജാക്ക് ഫ്രൂട്ടിന് അവിടെ തന്നിട്ടുണ്ട് അല്ലേ? മാംഗോ ട്രീ അല്ലേ? ഹൗ മെനി മാംഗോ ട്രീ സീഡ്ലിങ്സ് ആർ ദർ എന്ന് പറയാം അല്ലേ? അപ്പോൾ നമുക്ക് എത്രയാണ് അവിടെ തന്ന് കിട്ടിയിരിക്കുന്നത് അത് എഴുതുക അല്ലേ? 110 അല്ലേ? അത് എഴുതുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയൂടെ? പിന്നെ വിച്ച് സീഡ്ലിങ്സ് ഈസ് ദ ലീസ്റ്റ് ഇൻ നമ്പർ അതും കൊടുത്തൂടെ? ലീസ്റ്റ് നമ്പർ സപ്പോർട്ടയാണ് അല്ലേ? കുറവുള്ളത് ഏതാണ്? അപ്പോൾ വിച്ച് സീഡ്ലിങ്സ് ഈസ് മോസ്റ്റ് ആണ് കൂടുതൽ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് സീഡ്ലിങ്സ് ഈസ് ലെസ് അല്ലെങ്കിൽ ലീസ്റ്റ് ഇൻ നമ്പർ എന്ന് പറഞ്ഞാലും എന്താണ്? സപ്പോർട്ട കുറവുള്ള ഏതാണ് അല്ലേ? ഇനി ഈക്വലി നമ്പർ ഉള്ളതുണ്ടോ നോക്ക്. ഈക്വൽ ഉള്ള ഏതെങ്കിലും ഉണ്ടോ? ഉണ്ടായിരുന്നു അല്ലേ? ഇനി നോക്കിയാൽ കിട്ടും അല്ലേ? ഉണ്ടായിരുന്നോ? 1 2 3 ഉണ്ട്. ഗോൾഡൻ ഷവറും ടവറിൻ അല്ല, സോറി അല്ല, ഇല്ല. ഈക്വൽ ഉള്ളതിലല്ലോ ഇല്ല.
അപ്പം എല്ലാ ചോദ്യം ചോദിക്കണ്ട കേട്ടോ. ഇനി നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇനി നോക്കിയാൽ ക്വിസ് കോമ്പറ്റീഷൻ ആണ് കേട്ടോ. The chart below shows the scores of the children who took part in the math quiz competition at ചെല്ലക്കാട് സ്കൂൾ. ചെല്ലക്കാട് സ്കൂളിൽ മാത്ത് ക്വിസ് കോമ്പറ്റീഷൻ നടന്നിരിക്കുന്നതിനെ കുട്ടികളെ സ്കോർ ചെയ്ത മാർക്കുകളാണ്, ചാർട്ടാണ്. നോക്കിയേ, ഗവൺമെൻറ് LP സ്കൂൾ ചെല്ലക്കാട് മാത്ത് ക്വിസ് കോമ്പറ്റീഷൻ. സീരിയൽ നമ്പർ ആർക്കൊക്കെയാണ്? അയാനുണ്ട്, രൂപ ഉണ്ട് അല്ലേ, ഓരോ മാർക്കും ഇവിടെ പോയിന്റും ഉണ്ട് അല്ലേ. അപ്പോൾ അയാന്, രൂപക്ക്, ജനിക്ക്, അനസിന്, അമൃതിന്, ഗോപുവിന്, പിന്നെ എന്താണ് നയൻ, കൃപ, ജീവ, ഖരൻ, ജിഷി, സരു അല്ലേ, ഇവർക്കൊക്കെ എന്താണ് പോയിന്റും കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് അയാൻ എത്ര പോയിന്റ് ഉണ്ട്? 1 2 3 4 5 ഇങ്ങനെ ഒരു വെട്ടും കൂടി ഇട്ടാൽ അത് 5 ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എണ്ണാൻ സുഖം അല്ലേ. ആദ്യം 4 എണ്ണം വരയ്ക്കുക, എന്നിട്ട് 5 എന്നുള്ളത് എന്താക്കുക, ഇങ്ങനെ ക്രോസ് ചെയ്ത് ഏറ്റത്തുനിന്ന് ഈ ഏറ്റത്തിലേക്കാണ് ചെയ്യുക. അപ്പോൾ ഇതിന് 5 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ നോക്കിയാൽ അപ്പോൾ നമുക്ക് ഇതാദ്യം നോക്കുക, എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുക, അതെങ്ങനെ ചെയ്യാൻ നോക്കുക. നോക്കിയാൽ ഇതിന് ഈ ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് താഴെ ഒന്നുണ്ടാവുക നോക്കാം നമുക്ക് വേണമെങ്കിൽ. താഴെ എന്താ വന്നത്? സീ ദ ചാർട്ട്, ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് ദ പോയിന്റ് ഓഫ് ഈച്ച്, ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട് ആയിട്ടാണ് ഞാൻ ഫൗണ്ട് ഔട്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ താഴെ തന്ന് എഴുതാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതുക നോക്കുക. അപ്പോൾ ഇതിലാണ് നമുക്ക് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ എഴുതുമ്പോൾ നിങ്ങൾ എന്താ എങ്ങനെ എഴുതേണ്ടത് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് എന്താക്കണം, ഓരോരുത്തരെ പോയിന്റ് എത്രയെന്ന് എഴുതണം കേട്ടോ. അപ്പോൾ അയാൻ എത്ര കിട്ടിയത് ഞാൻ പറഞ്ഞത് 1 2 3 4 ഈ ഒട്ടിന് 5 അല്ലേ. അപ്പോൾ ഇത് ഒറ്റെണ്ണത്തിന് 5 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എണ്ണണമെന്നില്ല, ഈ ഇതിന് ഒരു വെട്ട് വന്നാൽ അതിന് 5 ആയിട്ട് എണ്ണിയാൽ മതി കേട്ടോ. ഇനി അയാൻ എത്ര കിട്ടിയെന്ന് നോക്കിയാൽ 5 5ഉം പിന്നെ 1 2 7 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ അയാൻ്റെ അവിടെ എന്താ 7 എന്ന് എഴുതുക കേട്ടോ. അപ്പോൾ ഇവിടെ 7 എന്ന് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് രൂപക്ക് എത്ര കിട്ടിയിരിക്കുന്നത് നോക്കിയേ. രൂപക്ക് കിട്ടിയിരിക്കുന്ന പോയിന്റ് ഇവിടെ ഇത് 5 ആക്കാൻ പറഞ്ഞു അല്ലേ. ഇത് 10 പിന്നെ 1 അല്ലേ 11 അല്ലേ. അപ്പോൾ രൂപക്ക് കിട്ടിയിരിക്കുന്ന എത്ര പോയിന്റ് 11 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താക്കുക 11 എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, 11. ഇനി ജനിക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണെന്ന് നോക്കിയേ. ജനിക്ക് എത്രയാണ് കിട്ടിയത്? ജനിക്ക് 5 6 7 8 9. നമുക്ക് വെട്ടില്ലെങ്കിൽ നമ്മൾ എണ്ണി തന്നെ പോകണം കേട്ടോ. ഒരു വെട്ട് വന്നാൽ അതിനെ 5 ആക്കിയിട്ട് കണക്കാക്കുക. ഓക്കെ, 4 ഇതാക്കിയിട്ട് ഒരു വെട്ട് വന്നാൽ 5 ആയിട്ട് കണക്കാക്കുക. എന്നിട്ട് 6 7 8 9 എണ്ണ വെട്ടില്ലാത്തതിന് നമ്മൾ എണ്ണി തന്നെ പോകണം കേട്ടോ. അപ്പോൾ ജനിക്ക് എത്രയാണ്? 9 അല്ലേ. അപ്പോൾ നമുക്ക് ജനീൻ്റെ അവിടെ എത്രയാണ്? 9 എന്ന് എഴുതാം കേട്ടോ. ജനിക്ക് അവിടെ 9. ദെൻ നെക്സ്റ്റ് അനസാണല്ലോ. അനസിന് എത്രയാണ് നോക്കിയേ. അനസിന് 5 10 11 12 13 14 അല്ലേ. അനസിന് 14 അല്ലേ. അപ്പോൾ അനസിൻ്റെ അവിടെ നമ്മൾ എന്താക്കുക 14 എന്ന് എഴുതുക കേട്ടോ. അനസിന് 14 എന്ന് എഴുതുക. ഇനി അമൃതക്കാണല്ലോ. അമൃതക്ക് എത്രയാണെന്ന് നോക്കിയാൽ. അമൃതിന് എത്രയാണ്? 1 2 3 ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് അമൃതിൻ്റെ അവിടെ എത്രയാണ്? 3 എന്ന് എഴുതുക കേട്ടോ. അപ്പോൾ ഇവിടെ 3 എന്ന് എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എത്ര? ഗോപുവിനാണല്ലോ. ഗോപുവിന് എത്രയാണ് കിട്ടിയിരിക്കുന്നത് നോക്കിയേ. ഗോപുവിന് 5 10 15 20 22 ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ ഗോപുവിൻ്റെ അവിടെ എത്ര കൊടുക്കേണ്ടത്? ആ ഗോപുവിൻ്റെ അവിടെ 22 എന്ന് കൊടുക്കുക കേട്ടോ. ഗോപുവിൻ്റെ അവിടെ 22 എന്ന് കൊടുക്കുക. ഇവിടെ 22. ഗോപുവിൻ്റെ അവിടെ 22 കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കൂ, നയൻ. നയനിന് എത്രയാണ് കിട്ടിയിരിക്കുന്നത് നോക്കിയേ. നോക്കൂ, നയൻ എത്രയാണ്? 5 10 15 16 ആണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ എന്താക്കുക 16 എന്ന് കൊടുക്കുക കേട്ടോ. നയന് 16. ഓക്കെ, 16. ദെൻ നെക്സ്റ്റ് നോക്കൂ, കൃപക്ക് എത്ര കിട്ടിയിരിക്കുന്നത് നോക്കിയേ. കൃപക്ക് 5 6 7 ആണ് കേട്ടോ. അപ്പം കൃപൻ്റെ അവിടെ എന്താണ് 7 എന്ന് കൊടുക്കുക കേട്ടോ. ദെൻ ജീവക്ക് എത്ര കിട്ടിയത് നോക്കിയേ. ജീവക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? ജീവക്ക് കിട്ടിയിരിക്കുന്നത് 5 6 7 8 9 അല്ലേ. അപ്പം ജീവക്ക് കിട്ടിയിരിക്കുന്നത് 9 ആണ്. അപ്പം നമുക്ക് എന്താക്കുക ജീവൻ്റെ അവിടെ 9 എന്ന് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? കരണിന് എത്ര കിട്ടിയിരിക്കുന്നത് നോക്കിയാൽ എണ്ണി നോക്കിയേ. കരണിന് എത്ര കിട്ടിയത്? 5 10 15 പിന്നെ 16 17 18 കേട്ടോ. 18 ആണ്. അപ്പോൾ അവിടെ എന്താണ് കരണിൻ്റെ അവിടെ 18 എന്ന് എഴുതുക.
18 അല്ലേ. ഇനി ജിഷിക്ക് എത്ര കിട്ടിയിരിക്കുന്നത് നോക്കിയേ. ജിഷി എണ്ണേണ്ട രീതി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ജിഷി ഈ ഇതിങ്ങനെ എണ്ണിയാലും എന്താണ് ഈ വെട്ടുള്ളത് 5 അങ്ങോട്ട് എണ്ണാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. 5 എന്നല്ലേ, 1 2 3 4 5 അല്ലേ. അപ്പം 5 പിന്നെ 10 അല്ലേ. അപ്പം 5 5 10. അപ്പം ജിഷിക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 10 ആണ് കേട്ടോ. അപ്പം ജിഷീൻ്റെ അവിടെ എന്താക്കുക? 10 എന്ന് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. അടുത്ത ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? സനുവിന് എത്ര കിട്ടിയെന്ന് നോക്കിയേ. ഇതാ അവിടെ 5ഉം 6ആണ് സനുവിന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പം സനുവിൻ്റെ അവിടെ എത്രയാണ്? 6 എന്ന് എഴുതുക. ഓക്കെ, സനുവിന് 6. ദെൻ ഇനി എന്താ അടുത്ത ഇത് അതിലുള്ള ചോദ്യം തന്നെ വരുന്നത് എത്രയാണെന്ന് എന്താണെന്ന് നോക്കിയേ. സി ദ ചാർട്ട്, ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് ദ പോയിന്റ് ഓഫ് ഈച്ച്. ഓരോരുത്തരും കിട്ടില്ല. അപ്പം നോക്കിയാൽ ഇങ്ങനെ ഓരോന്നും 4 വെർട്ടിക്കൽ ലൈൻസ് ആൻഡ് ദ ലൈൻ അക്രോസ് ഡ്രോൺ ലൈക്ക് ദിസ് മീൻസ് 5 പോയിന്റ്. ഓക്കെ, ഇങ്ങനെ 4 ലൈനിന് വരച്ചിട്ട് പിന്നെ അതിന് ക്രോസ് ആയിട്ട് വെർട്ടിക്കലായിട്ട് 4 വെർട്ടിക്കൽ ലൈൻസ് ഇങ്ങനെ കുത്തര വരയ്ക്കുക 4. പിന്നെ എന്താണ് അതിൻ്റെ അക്രോസ് ആയിട്ട് ഒരു ലൈനും കൂടി വരച്ച 5 പോയിന്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ടീച്ചർ ചെയ്ത പോലെ തന്നെ അല്ലേ. റൈറ്റ് ഡൗൺ ആഡ് യു ഫൈൻഡ് ഔട്ട്. എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടുപിടിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടുപിടിച്ച മനസ്സിലായല്ലോ. ഗോപുവിൻ്റെ എത്രയാണ്, അയാൻ്റെ എത്രയാണെന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. നെക്സ്റ്റ് കംപ്ലീറ്റ് ദ ടേബിൾ അത് നമ്മൾ ചെയ്തു അല്ലേ. ഇനി ഹൂ ഗോട്ട് മോസ്റ്റ് പോയിന്റ്. കൂടുതൽ പോയിന്റ് ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? ഇവിടെ കൂടുതൽ പോയിന്റ് ആർക്കാണ് കിട്ടിയെന്ന് നോക്കിയേ. ഗോപുവിനാണ് അല്ലേ. അല്ല 22, ബാക്കിയൊക്കെ 22 കുറവല്ലേ. അപ്പോൾ കൂടുതൽ പോയിന്റ് ആർക്കാണ്? ഗോപുവിനാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം അവിടെ ഗോപു എന്ന് എഴുതാം കേട്ടോ. കൂടുതൽ പോയിന്റ് ഗോപുവിനാണ്. അപ്പോൾ ഗോപു GOPU. ഗോപു കേട്ടോ. നെക്സ്റ്റ് ഹൗ മെനി പോയിന്റ്സ്, എത്ര പോയിന്റ് കിട്ടിയത്? 22 അല്ലേ. അപ്പോൾ 22 എന്ന് എഴുതുക ഇവിടെ കേട്ടോ. 22. ഓക്കെ, ഓക്കെ 22 എന്ന് എഴുതുക കേട്ടോ. ഇനി നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയാൽ ലിസ്റ്റ് ഔട്ട് ഹൗ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് പോയിന്റ്സ് എത്രയാണെന്നുള്ളത് നോക്കാനാണ്. 3 children ഫ്രം ചേലക്കാട് ഗവൺമെൻറ് LP സ്കൂൾ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സബ് ഡിസ്ട്രിക്ട് മാത്തമാറ്റിക്സ് ക്വിസ് പ്രോഗ്രാം. അപ്പോൾ 3 കുട്ടികളാണെന്ത് ചേലക്കാട് ഗവൺമെൻറ് LP സ്കൂളിൽ നിന്ന് എന്താണ് സബ് ഡിസ്ട്രിക്ട് മാത്തമാറ്റിക്സ് ക്വിസ് പ്രോഗ്രാമിൽ പങ്കെടുത്തത്. ദ പോയിന്റ് ഈച്ച് ഗോട്ട് ഈസ് ഷോൺ ബൈ ടാലി മാർക്ക്. ഓരോരുത്തർക്കും കിട്ടിയ പോയിന്റ് ആണ് എന്ത് താഴെ തന്നിരിക്കുക ടാലി മാർക്ക്. ഇതിന് ടാലി മാർക്ക് എന്നാ പറയാം കേട്ടോ. അപ്പോൾ ഫൈൻഡ് ഔട്ട് ദ ആക്ച്വൽ പോയിന്റ്സ് ആൻഡ് റൈറ്റ് ഇൻ ദ ടേബിൾ. അതിൻ്റെ ആക്ച്വൽ പോയിന്റ്സ് കണ്ടുപിടിച്ചിട്ട് എന്താണ് ടേബിളിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ 5 ആയിട്ടാണ് കൺസിഡർ ചെയ്യാന്നല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, കരണിന് കിട്ടിയ 5 10 11 12 13 14 അല്ലേ. അപ്പോൾ കരണിന് കിട്ടിയ പോയിന്റ് എത്രയാണ്? 14 ആണ് അല്ലേ. അപ്പോൾ അവിടെ 14 എഴുതാം നമുക്ക്. ഓക്കെ, ദെൻ 9ന് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 5 10 15 ആണ് അല്ലേ. അപ്പം 9ന് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 15. നെക്സ്റ്റ് ഗോപുവിന് കിട്ടിയ എത്രയാണ്? 5 10 15 16 17 18 പോയിന്റ് ഗോപുവിന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ആർക്കാ ഫസ്റ്റ്? നമുക്ക് ഗോപുവിന് തന്നെ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അപ്പോൾ ടാലി മാർക്ക് തന്നെ ഇങ്ങനെ വരയ്ക്കുന്നത് കേട്ടോ. വെർട്ടിക്കൽ ലൈനായിട്ട് വരച്ച് ക്രോസ് വയ്ക്കുന്നതിനാണ് എന്ത് ഈ ടാലി മാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ഇനി എന്താണ്? ആസ് പാർട്ട് ഓഫ് എ renovating the library of Chalakkad government LP school, the members of the PTA split into 6 groups and collected books അല്ലേ. PTA members എന്താക്കി 6 ഗ്രൂപ്പ് ആക്കിയിട്ട് എന്താക്കി ബുക്ക് കളക്ട് ചെയ്യാൻ പറഞ്ഞു അല്ലേ. സി ഹൗ ദ നമ്പർ ഓഫ് ബുക്സ് ഈസ് ഷോൺ ഇൻ ദ ടേബിൾ ബിലോ. അപ്പോൾ ബുക്കുകൾ എത്രയാണെന്നുള്ളത് ആ ടേബിളിൽ കാണിക്കുന്നുണ്ട് അല്ലേ. 1 book ഈസ് ഐ കൺ ഡിനോട്ട് 10 ബുക്ക്. അപ്പോൾ ഒരു ബുക്കിൽ എന്താണ് 10 ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ ആ സ്റ്റുഡൻസിൻ്റെ എണ്ണാണ് 5 അല്ലേ. ചിലതിൽ 10 ആയിട്ടും ഡിനോട്ട്, ആ ചെടിൻ്റെ അതിലാണെങ്കിൽ 10 ആയിട്ട് അല്ലേ. ഇവിടെ ബുക്കിൻ്റെ ഇതിലും എന്താണ് 10 ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ. അതിനാണ് ആക്ച്വൽ നമ്പർ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ എത്ര ബുക്ക് ഉണ്ട്? ഒന്നിനെ 10 ആയിട്ടാണല്ലേ. 10 20 30 40 അല്ലേ. അപ്പോൾ ഫസ്റ്റിൽ എന്താ ഗ്രൂപ്പ് 1 എത്ര കിട്ടിയിരിക്കുന്നത്? 40 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 40 എന്ന് എഴുതാം. 40. നെക്സ്റ്റ് നോക്കൂ, ഇവിടെ എത്രയാ?
10, 20, 30, 40, 50 അല്ലേ. അപ്പോൾ രണ്ടാമത്തേൽ നമ്മൾ എന്താണ് 50 ആയിട്ട് കൊടുക്കും അല്ലേ. 50. അടുത്ത് നോക്കൂ, 10, 20, 30, 40, 50, 60, 70 ആണ് അല്ലേ. അപ്പം മൂന്നാമത്തെ ഗ്രൂപ്പ് 70. ഓക്കെ, 70. ഇനി അടുത്തത്, ഇവിടെ ചോദ്യത്തിൽ 10 ഡിനോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ 10 ആയിട്ട് ഇടുന്നത് കേട്ടോ. 10, 20, 30, 40, 50, 60. ഒരു ബുക്കിനെ 10 ആയിട്ടാണ് കൺസിഡർ ചെയ്തത് അല്ലേ. അപ്പോൾ 6 ബുക്കാവുമ്പോൾ 60 അല്ലേ. ഓക്കെ, ഇതന്നെ അതിലെന്നെങ്കിൽ എന്താണ് ഇതും കൂടി ഉണ്ട് അല്ലേ. ഇനി അഞ്ചാമത്തെ ഗ്രൂപ്പിനോ 10, 20, 30, 40, 50 അല്ലേ. അപ്പോൾ അവിടെ 50 നമുക്ക് കൊടുക്കാം അല്ലേ. 50. അപ്പോൾ നോക്കിയേ, ഇവിടെ 50ഉം ഇവിടെ എത്രയാണ്, ഇവിടെ 8 ബുക്കല്ലേ, 2, 3, 4, 5, 6, 7, 8 അല്ലേ. അപ്പം ഓരോന്നിനും 10 ആയിട്ട് ഡിനോട്ട് ചെയ്യുമ്പോൾ 80 കേട്ടോ. Then how many books were collected by the 6th group than the first group? അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഏറ്റാലും 6th ഗ്രൂപ്പ് എത്ര കളക്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 6th ഗ്രൂപ്പ് എത്രയാണ്, 80 അല്ലേ. ഫസ്റ്റ് ഗ്രൂപ്പ് എത്രയാണ്, 40 ആണ് അല്ലേ. അപ്പോൾ 40 എന്താണ് 80 - 40 എത്രയാണ്, 40 അല്ലേ. അപ്പോൾ എത്രയാണ് നമ്മൾ എഴുതുക, 40 അല്ലേ. എത്ര കളക്ട് ചെയ്ത് വെച്ചാൽ 40 എന്നാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ദെൻ വിച്ച് ഗ്രൂപ്പ്സ് കളക്റ്റഡ് ദ സെയിം നമ്പർ ഓഫ് ബുക്സ്? ഏതൊക്കെ ഗ്രൂപ്പാണ് ഈ സെയിം നമ്പർ ഓഫ് ബുക്ക് കളക്ട് ചെയ്തിരിക്കുന്നത്? ദ 5th ഗ്രൂപ്പും 2nd ഗ്രൂപ്പും ആണ് അല്ലേ. സെക്കൻഡ് ഗ്രൂപ്പും അല്ലേ. സെക്കൻഡ് ഗ്രൂപ്പ് എത്രയാണ്, 50 ആണ്. അതുപോലെ 5th ഗ്രൂപ്പ് എത്രയാണ്, 50 ആണ് അല്ലേ. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് ആൻഡ് 5th ഗ്രൂപ്പ് എന്ന് എഴുതുക കേട്ടോ ഇവിടെ. ഹൗ മെനി മോർ ബുക്സ് ഷുഡ് ദ സെക്കൻഡ് ഗ്രൂപ്പ് കളക്ട് ടു ഈക്വലൈസ് തേർഡ് ഗ്രൂപ്പ്? അപ്പോൾ എത്ര, അപ്പോൾ ഇവിടെ എന്താണ്, ഹൗ മെനി മോർ ബുക്സ് ഷുഡ് സെക്കൻഡ് ഗ്രൂപ്പ് കളക്ട് ടു ഈക്വലൈസ് തേർഡ്? മൂന്നാമത്തെ ഗ്രൂപ്പ് ശേഖരിച്ച ബുക്കിൻ്റെ ആ എണ്ണമാവാൻ രണ്ടാമത്തെ ഗ്രൂപ്പ് എത്ര എണ്ണം കൂടി ശേഖരിക്കണം എന്ന് ചോദിച്ചത്. അപ്പോൾ മൂന്നാമത്തെ ഗ്രൂപ്പ് എത്ര എണ്ണമാണ്, 10, 20, 30, 40, 50, 60, 70 എണ്ണം ശേഖരിച്ചിട്ടുണ്ട് അല്ലേ. രണ്ടാമത്തെ ഗ്രൂപ്പോ 10, 20, 30, 40, 50 എണ്ണമാണ് ശേഖരിച്ചത് അല്ലേ. അപ്പം മൂന്നാമത്തെ ഗ്രൂപ്പിലേക്ക് എത്ര ബുക്കും കൂടി സെക്കൻഡ് ഗ്രൂപ്പ് ശേഖരിക്കണം, 20 ബുക്കും കൂടി അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് എന്താക്കാം, 20 എന്ന് എഴുതാം കേട്ടോ. 20. ഓക്കെ, അവിടെ 20 എത്രയും 20 ബുക്കും കൂടി വേണം ശേഖരിക്കാൻ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ബുക്സ് വേർ കളക്റ്റഡ് ഇൻ ഓൾ? എല്ലാവരും കൂടി എത്ര ബുക്സ് കളക്ട് ചെയ്തു? എത്ര ബുക്സ് കളക്ട് ചെയ്ത്? ഇവിടെ എത്ര ഇരുന്നേ, ഇവിടെ 40, ഇവിടെ എത്ര ഇരുന്നു, 50 അല്ലേ. അപ്പോൾ 90, പിന്നെ എല്ലാം കൂടി ഒന്ന് കൂട്ടി വയ്ക്കേ. അപ്പോൾ ടോട്ടൽ ചെയ്തപ്പോൾ എന്താ കിട്ടിയത്, 350 അല്ലേ കിട്ടിയത്. മൊത്തം എത്ര ബുക്ക് ഉണ്ട് നോക്കിയേ, അപ്പോൾ 350 അല്ലേ. അപ്പോൾ എന്താണ്, ഹൗ മെനി ബുക്സ് വേർ കളക്റ്റഡ് ഇൻ ഓൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 350 അല്ലേ. 350. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇവിടെ 350. ഓക്കെ, 350 കൊടുക്കുക കേട്ടോ. ഓക്കെ, ദെൻ ഇനി എന്താണ്, കഴിഞ്ഞു അല്ലേ. നമ്മൾ ഈ ഭാഗം തന്നെ കഴിഞ്ഞില്ലേ, നമ്മളെ മാത്സ് കഴിഞ്ഞു. അപ്പോൾ സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ, എണ്ണാനേ ഉള്ളൂ. നമുക്ക് എണ്ണുന്നൊക്കെ അറിയാം. ടാലി മാർക്ക് എന്ന് പറഞ്ഞത് ഇത് ഈ വരകൾക്കാണ് ടാലി മാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഈ ടാലി മാർക്ക് 4 കഴിഞ്ഞാൽ ഒരു ക്രോസ് ആയിട്ട് വരും. ഇതിലപ്പോൾ 5 ആയിട്ടാണ് എണ്ണിയാൽ മതി. നമ്മൾ 1, 2, 3 ഇതിൽ എണ്ണാൻ നിൽക്കണ്ട. ഇതിൽ മൊത്തമായിട്ട് 5 ആയിട്ട് എണ്ണാൻ മതി. അപ്പോൾ 5, 10 അങ്ങനെ എണ്ണിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് മാത്സ് എന്ന് പറഞ്ഞാൽ, സിമ്പിളാണ്. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു.